സ്പെഷ്യൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് വിടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നല്ല ടേസ്റ്റി ഇന്നത്തെ വിഭവങ്ങളാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ. അതിലേക്ക് നല്ല കഷ്ണം, എല്ലില്ലാത്ത കഷ്ണം ബീഫ് എടുക്കുക. എന്നിട്ട് കുക്കറിലിടുക. അതിലേക്ക് ആവശ്യത്തിനുള്ള സാധനം: 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ബീഫ് ഫ്രൈ, ഉപ്പ്, கொஞ்சம் അങ്ങാടി കടവ് പോയി. ഇനി പൊടിച്ചോറുന്നല്ല, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഓക്കെ, ഇതൊന്ന് അടച്ച് വെച്ച് 8 വിസിൽ. വെള്ളം കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ, ബീഫിൽ വെള്ളം ഉണ്ടാവും. നമ്മൾ ബീഫ് വേവിച്ച് വെച്ച് ഇനി അതിലേക്ക് ഫ്രൈ ആക്കാനുള്ള മസാലകളാണ് ബീഫിന് ആവശ്യത്തിനുള്ള: 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ചുവന്ന മുളക് പൊടിച്ച് വെച്ചത് ആവശ്യത്തിന്, പെരിഞ്ചീരകം പൊടിച്ചത്, കാശ്മീരി മുളകും പൊടി, എരിവിനനുസരിച്ചുള്ള ഉപ്പ്, ഇനി ആവശ്യത്തിനുള്ള കോൺഫ്ലവർ പൊടി, കുറച്ച് വിനാഗിരി, പിന്നീട് ബീഫ് വേവിച്ച് വെച്ച കുറച്ച് വെള്ളം ബീഫിൻ്റെ, നന്നായി ഇളക്കി കൊടുക്കുക. ഗരം മസാലപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ഈ പരുവത്തിലൊന്ന് ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇടുക. ഇത് നന്നായി ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അതിൻ്റെ ശേഷം എടുത്ത് ഈ ഫ്രൈ ആക്കുക. വഴുതന പൊരിച്ചത് പൊതിച്ചോറിലേക്ക് ആംപ്ലേറ്റ്, നല്ല ബീഫ് മുളകിട്ടത് വരട്ടിയെടുത്തത് ബീഫ്. നമ്മളെ ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇനി ഫാന് ചൂടായി അതിന് ശേഷം വെളിച്ചെണ്ണ പാർന്ന് ഇനി നമ്മളെ ബീഫ് ഫ്രൈ ചെയ്യാനുള്ള ബീഫ് അതിലേക്ക് ഇടുകയാണ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പൊതിച്ചോറാണ്, ഉച്ചക്കത്തെ ഊണ്. ഹലോ സുഹൃത്തുക്കളെ, ഫുഡ് സൂപ്പർ, കഴിച്ചു നോക്കണം. വഴുതന പൊരിച്ചത്, ബീഫ് ഫ്രൈ,
ബീഫ് മുളകിട്ടത്, ആംപ്ലേറ്റ് വെച്ചത്, പപ്പടം, മാങ്ങച്ചാർ. നമ്മുടെ പൊതിച്ചോറ് ഇന്നത്തെ ഉച്ചക്കത്തെ പൊതിച്ചോറാണ്. ബീഫ് ഫ്രൈ ചോറ്, ആംപ്ലേറ്റ്, വഴുതന, അച്ചാറ്, ചമ്മന്തി, ചോറും, ബീഫ് ഫ്രൈ, ബീഫ് വെച്ചത്, എന്താ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്.